ഹലോ നമസ്കാരം, ഞാൻ ജെയ്സൺ. ജെ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തട്ടുകടയിൽ പോയിട്ട് ചിക്കൻ റോസ്റ്റ് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റില്ല, പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടുന്നതല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റാണ്. വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൂടുതലൊന്നും പറയുന്നില്ല, അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. ബാ. നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാട്ടോ. എന്നും ഉണ്ടാക്കലിന് വ്യത്യസ്തമായിട്ട് ഗ്യാസ് സ്റ്റവ് മാറിയിട്ട് നമ്മൾ വിറകടുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ വിറകടുപ്പുള്ളവർ വിറകടുപ്പിൽ എങ്ങനെ വേണം ചെയ്യാം, ഗ്യാസ് സ്റ്റൗവിൽ വേണം ചെയ്യാം. ഞാനൊരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി അങ്ങ് വിറകടുപ്പിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല വിറകടുപ്പിലേക്ക് നമ്മൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് സവോള വറുത്തെടുക്കണം. അതായത് നമുക്കൊരു മീഡിയം വലിപ്പമുള്ള 8 സവോള നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് വളരെ ചെറുതായിട്ട് കട്ടി കുറഞ്ഞ് നമ്മൾ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടുള്ള എണ്ണ നമുക്ക് ഉരുളിയിലിട്ട് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ സവോള വറുക്കാനുള്ള എണ്ണ നമ്മൾ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് സവോള ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവോള നമ്മൾ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാവേ. അപ്പോൾ നമ്മൾ സവോള നല്ലപോലെ വറുത്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കിലോ ചിക്കൻ 8 ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. അതായത് ഒരു 4 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും. പിന്നെ അതിൻ്റെ അകത്ത് നമ്മളൊരു 3 പച്ചമുളക് അരച്ച് ചേർത്തിട്ടുണ്ടേ. അപ്പോൾ അതും കൂടെ നമ്മൾ ചേർത്തിട്ട് അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ നല്ലപോലെ വറുത്തെടുക്കണം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത്യാവശ്യം ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചെറിയുള്ളി ചേർക്കുവാണ്. ചെറിയുള്ളി നമ്മളൊരു 200 ഗ്രാം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുവാണേ. 200 ഗ്രാം. ഈ ചെറിയുള്ളി ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്ന തക്കാളിയാണ്. നമ്മളൊരു മീഡിയം വലിപ്പമുള്ള 6 തക്കാളി അത്യാവശ്യം വലിപ്പത്തിൽ കട്ട് ചെയ്ത്, തീരെ ചെറുതാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് ചേർത്തിട്ട് അതും കൂടെ കൂട്ടി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചേർക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുവാണേ. എന്നിട്ട് നമുക്ക് വഴറ്റാം. ഈ നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ വിറകടുപ്പിലാണെങ്കിൽ ഒരുപാട് തീ കൂടിപ്പോകാൻ ശ്രദ്ധിക്കുക. ഗ്യാസ് അടുപ്പാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതിയേ. അപ്പോൾ ഇതെല്ലാം കൂടെ അത്യാവശ്യം വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിത് ഒരു സൈഡിലേക്കൊന്ന് മാറ്റിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്ന മുളക് പൊടിയാണ്. അത് നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ അതിൻ്റെ ചേർക്കുവാണ്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. അതൊരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുവാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ചേർക്കുന്നത് ഗരം മസാല കേട്ടോ. ഗരം മസാല നമ്മളൊരു 3 ടേബിൾ സ്പൂൺ നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുവാണേ. അടുത്ത് നമ്മൾ അതിൻ്റെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമ്മളൊരു 3/4 ടീസ്പൂണാണ് കേട്ടോ. ടീസ്പൂൺ നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുവാണ്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാവരും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് ഈ പൊടിയുടെ പച്ചമണമൊക്കെ പോകുന്നതിനും വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന 2 കിലോ ചിക്കൻ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ടൊരു 300 മില്ലി വെള്ളമോളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. 300 മില്ലി മതി കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നല്ലപോലെ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നല്ല തീ കൂട്ടി വെച്ച് വേവിക്കാവേ. അപ്പോൾ ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ ഫുൾ ഫ്ലെയിമിലിട്ടൊരു 10 മിനിറ്റ് വേവിക്കണം. പിന്നെ നമ്മൾ ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ഒരുപാട് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അത് മൂടി വെച്ച് വേവിക്കാവേ. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സെറ്റായിട്ട് വെന്ത് വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണോ. ഇളക്കി കൊടുക്കുന്ന കാര്യം മറക്കല്ലേ. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ നല്ല വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവോള ഉണ്ടല്ലോ. സവോള നമ്മളതിനകത്ത് ചേർത്ത് കൊടുക്കുവാണേ. സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 6 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ. നല്ല നാടൻ കറിവേപ്പിലയാണ്. പിന്നെ ഒരു 6 പച്ചമുളക് കീറിയതും കൂടെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ അത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ അടുത്ത പ്രധാന ഒരു സാധനം ചേർക്കുന്നത്. നമ്മൾ ചേർക്കുന്ന കുരുമുളക് പൊടിയാണ്. നമ്മൾ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുകയാണേ. 2 ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കുകയാണ്. അടുത്ത നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് പെരിഞ്ജീരകപ്പൊടി കേട്ടോ. പെരിഞ്ജീരകപ്പൊടി നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണേ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ നല്ലപോലെ. ചാറൊക്കെ കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പെരിഞ്ജീരകവും കുരുമുളകൊക്കെ ലാസ്റ്റ് ചേർക്കുന്നതാണ് തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന ഈ ചിക്കൻ റോസ്റ്റ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി. ഇത്രയും കേസേ ഉള്ളൂ. അപ്പോൾ അവസാനം നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പോളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. കാരണം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. ഗ്യാരണ്ടിയാണ്, 100% ഗ്യാരണ്ടി. ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ലൈക്ക് തരാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.